ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകളൊക്കെ നേരുന്നു. അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പലതരത്തിലുള്ള കേക്കുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 5 കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നൊരു സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് ക്യാരറ്റ് കേക്ക്. അതും മൈദാമാവൊന്നുമല്ല, ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഇതിന് ഓവനോ കുക്കറോ ഇഡലി പാത്രമോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത്, നമ്മുടെ ചായപാത്രത്തിൽ, അതായത് നമ്മുടെ സോസ്പാനിനകത്താണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ വെറൈറ്റി കേക്ക് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് പോകാം. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോകാം. ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഗോതമ്പ് പൊടിക്കകത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അരിച്ചു കൊണ്ടുവരാം. അതിനകത്ത് നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം, 1 പിഞ്ച് സോഡാപ്പൊടി ഇടണം, 1 പിഞ്ച് ഉപ്പും ചേർക്കണം. ഗോതമ്പ് പൊടി നമ്മൾ അരിപ്പിനകത്തിട്ടു. 1 സ്പൂൺ, ഒരു ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ബേക്കിംഗ് പൗഡർ. ഇതാണ് ബേക്കിംഗ് പൗഡർ. ഇതിന് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 പിഞ്ച് സോഡാപ്പൊടി, 1 പിഞ്ച് ഉപ്പ്. ഇട്ട് ഈ മാവ് നല്ലതുപോലെ ഇടഞ്ഞെടുക്കാം. വലിയ സ്പൂണിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ഇടണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ഇട്ടാൽ ഈ ബേക്കിംഗ് സോഡയുടെ ഒക്കെ ഒരു കുത്ത് ചെവ കാണും. അപ്പോൾ നല്ലതുപോലെ നമുക്ക് അരിച്ചിടും. ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുത്താൽ നന്ന്. അപ്പം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് അതിൻ്റെ തൊലിയൊക്കെ കാണും. അപ്പോൾ എപ്പോഴും മൈദ വെച്ചല്ലേ ഉണ്ടാക്കുന്നത്, നമുക്കൊരു മാറ്റമൊക്കെ വേണ്ടേ. ഈ വരുന്നതങ്ങ് കളഞ്ഞേക്കാം. ഇതിപ്പം 3 പ്രാവശ്യം നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന പൊടിയാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ചെറുതിനകത്ത് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് 1-2 പ്രാവശ്യം ഒന്ന് വിപ്പ് ചെയ്തെടുത്താലും മതി. അങ്ങ് അരഞ്ഞു പോവുകയും ചെയ്യരുത്, എങ്കിൽ പൊടിയാതിരിക്കുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഈ ചെറുതിനകത്ത് ഇട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ വേറെ ഒരെണ്ണം കൂടെ ഇത് വലുതാണ്. അപ്പോൾ ഇത് വലുതിൽ ചെയ്യുമ്പോൾ നമ്മൾ ക്യാരറ്റ് കടിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ഈ ചെറുതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ സ്ലൈസർ ഞാൻ പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പം കുറേ പേര് ചോദിച്ചിരുന്ന ചേച്ചി ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ചീകിയെടുക്കാം. നല്ല ചെറുതായിട്ട് വീഴുന്നുണ്ടല്ലേ. ഉള്ളിയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും ഇതിനകത്ത്. പിന്നെ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ക്യാരറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 1 ക്യാരറ്റ് ചേർത്താലും മതി. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ക്യാരറ്റ് 2 നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിക്കാം. അപ്പം നമ്മൾ ഏതിനാണോ പൊടി എടുക്കുന്നത് ആ ഗ്ലാസ് തന്നെ നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കാവും. അപ്പോൾ 1 ഗ്ലാസ് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം 3/4 ഗ്ലാസ് പഞ്ചസാര എടുക്കുന്നുണ്ട്, 1/2 ഗ്ലാസ് എണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ അളവിൽ തന്നെ വേണം എടുക്കാനായിട്ട്. ഞാൻ ഇപ്പം പ്രത്യേകം മെഷർമെൻറ്റ് കപ്പുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസ്സുകൾ നോർമലി എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ നനവൊന്നും കാണാൻ പാടില്ല. അപ്പം നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിലൊരു 3 ഏലക്കയും 2 ഗ്രാമ്പും ഇട്ട് പൊടിച്ചെടുക്കാം. അപ്പം 2 ഗ്രാമ്പു അതിനകത്ത് ഇടുക, 3 ഏലക്ക. അതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ട് വേണം ഇടാനായിട്ട്. സ്കിന്ന് നമുക്ക് വേണ്ട. ഇതിന് നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. പഞ്ചസാര പൊടിച്ചു വെച്ചു. അതിലോട്ട് 3 മുട്ടയും കൂടെ ചേർക്കാം. അത് നമുക്ക് നല്ലതുപോലെ അടിച്ചു കൊണ്ടുവരാം. മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് സൺഫ്ലവർ ആണ് ഒഴിക്കുന്നത്. ഇതിന് വെളിച്ചെണ്ണ ചേർക്കാറില്ല. അത് നല്ലതുപോലെ അടിച്ചുകൊണ്ട് വരാം. വിപ്പ് ചെയ്ത് വേണം അടിക്കാൻ, അല്ലെങ്കിൽ തെറിച്ച് പോകുന്നത്.
നമുക്കൊരു ചരുവത്തിനകത്തോട്ട് ഒഴിക്കാം. അതിനകത്ത് ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഈ ഒരു ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് കുറേശ്ശെ പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഈ ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ, ഇത് ഞാൻ വീട്ടിൽ ഉണക്കി പൊടിച്ച ഗോതമ്പ് പൊടിയാണിത്. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ഗോതമ്പ് പൊടിയൊക്കെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുന്ന രീതിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് പലവിധമായ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടായി പറയുന്നത് വീട്ടിൽ തന്നെ ഗോതമ്പ് പൊടിക്കുക എന്നൊക്കെ പറയുന്നത്. പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. വേറെ ഒരു 4 കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അമൃതം പൊടി വെച്ചൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി പാത്രത്തിലെ കേക്ക്, കുക്കറിലെ കേക്ക് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം സാധാരണക്കാർക്ക്, ഇപ്പം തുടക്കക്കാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്ന സമയത്ത് എല്ലാവർക്കും അത് ചെയ്ത് നോക്കാം. എപ്പം വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവർക്ക് വിശപ്പുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന രീതിയിലുള്ള കേക്കുകളാണ് ഞാൻ ചെയ്യുന്നത്. അവനിപ്പോൾ ഓവൻ വേണമെന്നോ ഒന്നുമില്ല. ബാക്കിയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമ്മളിങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ടൈറ്റായി തോന്നുകയെന്നുണ്ടെങ്കിൽ സ്വല്പം പാല് ഒഴിക്കാം. 2-3 സ്പൂൺ പാല് ഒക്കെ അതിനകത്ത് ചേർക്കാവുന്നേ ഉള്ളൂ. ഒരു സൈഡിലോട്ട് തന്നെ ബീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ബീറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ എനിക്കൊരു സ്വല്പം ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്. ഒരു 3 സ്പൂൺ പാലും കൂടെ അതിനകത്ത് ചേർക്കാം. നിങ്ങൾക്ക് ബീറ്റ് ചെയ്യുമ്പോൾ ടൈറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പാല് ചേർക്കേണ്ട കാര്യമല്ല കേട്ടോ. നാരങ്ങ നീരുണ്ടെങ്കിൽ 1/2 സ്പൂൺ ചേർക്കാം. അപ്പം എൻ്റെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ക്യാരറ്റ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ആ ഒരു ഗ്ലാസ്സിന് എടുക്കുക. ഒരു ഗ്ലാസ് എടുത്താൽ അതായിരിക്കും നല്ലത്. അളവ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് അങ്ങ് എടുത്താൽ മതി. ക്യാരറ്റും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. വലിയ ക്യാരറ്റാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ക്യാരറ്റ് ഇടുമ്പം ഇച്ചിരി സ്വല്പം അങ്ങ് ലൂസാകുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ വാനില എസൻസും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. വാനില എസൻസിൻ്റെ കുപ്പിയുടെ അടപ്പിനെടുത്താലും മതി കേട്ടോ. ഇവിടെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, മതി. ഇനി നമുക്കിത് പാത്രത്തിനകത്തോട്ട് ആക്കാം. ഇനി നമുക്കിത് കേക്ക് ടിന്നിനകത്തോട്ട് ആക്കാം. നമ്മുടെ കേക്ക് ടിൻ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ചിരി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് ടിൻ. അതായത് നമ്മുടെ ചായ ഉണ്ടാക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ എണ്ണ നല്ലതുപോലെ തുടയ്ക്കണം. എല്ലാ സൈഡിലും എണ്ണ നല്ലതുപോലെ പുരട്ടണം. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു ബട്ടർ പേപ്പർ ഇടണം. ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു A4 സൈസ് പേപ്പർ ഇതേപോലെ റൗണ്ടിന് കട്ട് ചെയ്തിട്ട് ഇതിനങ്ങ് ഇട്ടിരുന്നാൽ മതി. ഇതൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണിത്. അപ്പം ഈ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ഒരു ഫ്രൈങ് പാൻ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു കല്ല് നമ്മൾ ഗ്യാസിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റെങ്കിലും പ്രീഹീറ്റ് ചെയ്യണം. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിലും അല്ലാത്തയാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു പഴയ തവയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രൈങ് പാൻ ഉണ്ടെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം ആയിരിക്കണമെന്ന് മാത്രം അത് നമ്മൾ ചൂടാക്കണം. എന്ന് വെച്ചാൽ പ്രീഹീറ്റ് ചെയ്ത് തരണം ഒരു 10 മിനിറ്റെങ്കിലും. ഇത് ഇൻഡാലിയത്തിൻ്റെ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയായിരുന്നു ഇത്. അതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കേക്ക് ടിന്നിനകത്തോട്ട് നമുക്ക് ഈ മാവ് ഒഴിക്കാം.
നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ എയറൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഗ്യാസിൽ വയ്ക്കാം. ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ടൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം തവ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി കേക്ക് ടിന്ന് അതിൻ്റെ മേലോട്ട് എടുത്ത് വയ്ക്കാം. ഒരു സ്റ്റീൽ പാത്രം വെച്ച് അടയ്ക്കാം. ടൈറ്റായിട്ടുള്ളൊരു പാത്രമായിരിക്കണേ. ഇനി ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് തുറക്കരുത്, കാരണം കേക്ക് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇടയ്ക്ക് തുറക്കരുതെന്ന്. അപ്പം നമ്മുടെ കേക്ക് എന്തായാലും നോക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കുത്തി നോക്കാം കേട്ടോ. അകം വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, നല്ല പരുവായിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കത് ഇതിൽ നിന്ന് നമുക്ക് തട്ടിയിടാം. അപ്പം നമ്മുടെ സൂപ്പർ ഗോതമ്പ് ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൂപ്പർ ക്യാരറ്റ് കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.